ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ ബെവ്കോ LDC, അതുപോലെ തന്നെ LGS, കമ്പനി ബോർഡ്, ഓക്കെ, ഇതും അതുപോലെ VFA, ഇതാണ് ഇനി എല്ലാവരും 10th ലെവലിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഡിഗ്രിയുടെ ലെവലിൽ പറയുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ SBCID, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇതൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം. പിന്നെ കാറ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് പുതിയതായിട്ട് ഒരെണ്ണം ഒരു ഇതുണ്ട്, പക്ഷെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവില്ല. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഐ തിങ്ക് ഒക്ടോബറിലാണ് അവസാനിക്കുക, തുടക്കത്തിൽ തന്നെ കേട്ടോ. ഡേറ്റ് ഒക്ടോബർ 10 തോന്നുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ LDCയുടെയും ഇതിന്റെയൊക്കെ ചെയ്യാൻ പറ്റാതിരുന്ന വീഡിയോ. അപ്പോൾ അതിന്റെ പ്രൊഫഷണൽ കീ വന്നിട്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള രീതിയിൽ. നല്ലതായിരുന്നു ആക്ച്വലി എക്സാം. നമ്മളൊരു എന്താണ് KSന്റെ ടഫ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, പക്ഷെ പേപ്പർ 1 പേപ്പർ 2 നിങ്ങൾക്ക് അറിയാലോ, 2 പേപ്പർ ആയിരുന്നു ഇത്. അതിൽ പേപ്പർ 2 എന്ന് പറയുന്നതിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗവേണൻസ്, എൻവയറൺമെന്റ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതിനൊക്കെ നല്ല വെയിറ്റേജും ഉള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫൈനൽ കീ നമുക്ക് 200 വരിക. അപ്പോൾ എനിക്കതിൽ 144.67 പ്രൊവിഷണൽ കീ പ്രകാരം. ഫൈനൽ കീയിൽ ഇതെങ്ങനെ വേണമെങ്കിലും മാറാട്ടോ, എന്ത് ആൻസർ വേണമെങ്കിലും വരാം. നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ASMന്റെ നിങ്ങൾ കണ്ടില്ലേ, ASMന്റെ ഫൈനൽ സ്റ്റേജ് കീ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരെണ്ണം ഡിലീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന അസുഖം. അത് റിക്കറ്റ്സാണ്, നമ്മൾ പഠിക്കുന്നതാണല്ലേ, പക്ഷെ അതൊക്കെ ആരാണ് ഡിലീഷൻ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പൊ ഡിലീഷൻ കൊടുത്താലും അത് ജെന്യൂൻ ആയിട്ടുള്ളതിന് ഡിലീഷൻ കൊടുത്താൽ ഓക്കെ. കാരണം നമ്മൾ എക്സാമിന് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കും വാല്യൂബിൾ ആണ്. ഓക്കെ, ഓരോ മാർക്കും ഒരാളുടെ റാങ്ക് തന്നെ മാറ്റിമറിക്കും. ഒട്ടേറെ പേര് അത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ട് തന്നെയാണ് നേടാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നിസ്സാരമായി എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഓക്കെ അതിനൊക്കെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിലീഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. അല്ലാത്ത പക്ഷം ഇതൊക്കെ എന്താണ്, ഓരോരുത്തർ കഷ്ടപ്പെട്ട് പഠിക്കുന്നവനെ ഭയങ്കരമായിട്ട് എന്താണ്, അവന്റെ മനസ്സ് പോലും മടുപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കും. അപ്പോൾ എന്നാലും പ്രതീക്ഷയോടുകൂടി പഠിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഈ ASMന്റെ 2 സ്റ്റേജും കണ്ടു കാണല്ലോ, ഫൈനൽ കീ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താവും എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെ ASMന്റെ ഫൈനൽ കീയില് അധികം എനിക്ക് വ്യത്യാസം തോന്നിയിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞേന്ന് ചെറിയ 1-2 മാർക്കിന്റെ കുറവ് അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ ജസ്റ്റ് നോക്കിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ഓർമ്മയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ. അപ്പം അറിയില്ല ഇത് എന്താവും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം എത്രയാണ് അവർ കട്ട് ഓഫ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ ആണെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ആളല്ല. കാരണം അവരതിന്റെ പോസ്റ്റിന്റെ വേക്കൻസി എത്രയുണ്ട്, എത്ര പേര് അറ്റംപ്റ്റ് ചെയ്തു, എത്ര പേർക്ക് എത്രയും മുകളിലുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ഇടുന്നത്. നമ്മളിപ്പോ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും പല കട്ട് ഓഫ് പറയും. ചിലപ്പോൾ ഒന്നും ആവണമെന്നില്ല. ഓക്കെ, അവരുടെ ഇതനുസരിച്ചാണ്. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്തത് പഠിക്കാം. പക്ഷെ ഇതിങ്ങനെ നീണ്ടു പോകുന്നതിലും അർത്ഥമില്ല അല്ലെ, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതിലും അർത്ഥമില്ല. ഓക്കെ, നോളജ് കിട്ടും, പക്ഷെ നമുക്ക് ഇനി എഴുതുന്നത് കിട്ടാൻ ഒരു വാശിയാണ് ഇനി വേണ്ടത്. ഓക്കെ ഓക്കെ, അടുത്തതിന് ശ്രമിക്കാമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ അടുത്തിന് മേടിച്ചിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് എല്ലാവരും ഉണ്ടാക്കി എടുക്കേണ്ടത്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്. അല്ലാതെ നമ്മളിങ്ങനെ ശ്രമിക്കാനാണെങ്കിൽ ഓക്കെ, എക്സാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അതിനേക്കാളും നല്ലത് അടുത്തതിന് ഞാൻ മേടിച്ചിരിക്കും എന്നുള്ള ആ ഒരു വാശിയാണ്. ആ വാശിയിൽ നമ്മൾ പഠിക്കുകയും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ഈ LDCക്കും LGSനും ഒക്കെ വേണ്ടിയിട്ട് ഡെയിലി ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ് ഇതാക്കിയത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്കധികം നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് അത്രയും ചോദ്യങ്ങൾ നമ്മൾ കാണും. ഓക്കെ, നമ്മൾ അന്ന് പഠിക്കാൻ പറയും. ഇപ്പൊ കൃത്യമായിട്ട് നമ്മളൊരു പറയുന്നുണ്ട് എന്താണ് പഠിക്കേണ്ടതെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ അത് പഠിക്കുന്നതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ SCRT ക്ലാസ്സസ്, ഇതും ഏറ്റവും വാല്യുബിൾ ആയിരിക്കും. ഡിഗ്രി പ്രിലിംസിന് പോലും നമ്മളെ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നോക്കുക. ഞാൻ ടെലിഗ്രാമിന്റെ ലിങ്ക് ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിലും ഞാൻ കൊടുക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ LDC, LGS, VFA ഒക്കെ ജോയിൻ ചെയ്യാൻ, ഇപ്പോൾ ഈ ക്ലാസ് പോലെ എടുക്കുന്നതിന് അതിന്റെ കുറച്ചും കൂടെ അപ്ഡേഷൻസ്, വേറെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നാളെ ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഒക്ടോബർ 6 തൊട്ടാണ് ഞാൻ വിചാരിക്കുന്നത് തുടങ്ങാൻ. എന്താണ് ഇത്ര മാസം കൊണ്ട് തീരുമെന്നുള്ളതിനേക്കാൾ ഉപരി വേണ്ടത് മാത്രം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്മാർട്ട് സ്റ്റഡിയാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ച് സ്കിപ്പ് ചെയ്ത് പഠിക്കുക. അതായത് ചിലതൊക്കെ വേണ്ട, അങ്ങനെയല്ല. നമ്മൾ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ പഠിച്ചെടുക്കും. ബട്ട്
അത് നമ്മളെ വളരെയധികം സ്ട്രെസ്ഫുൾ ആക്കുന്ന രീതിയിൽ ഒരിക്കലും പഠിക്കരുത്. ഞാൻ അതേ പറയുള്ളൂ. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് ഞാനിപ്പോൾ പറഞ്ഞില്ലേ 144 അതിനും എബവ് എനിക്ക് പോകേണ്ടതാണ്, 150ക്കും എബവ് പോകേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ കുറേ ഇപ്പോൾ പേപ്പർ 2 എന്നൊക്കെ പറയുന്ന സാധനം അത്രയ്ക്കധികം പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും എന്ത് തരത്തിൽ അവർ ചോദിക്കുന്നത് നമുക്കറിയില്ലല്ലോ. കാരണം ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് എഴുതിയ ആളാണ് ഞാൻ. സ്റ്റേജ് 1 ആയിരുന്നു ഏറ്റവും ടഫ് ഡിഗ്രി പ്രിലിംസിന്. അതിന് എന്താണ് കറക്റ്റ് അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മാർക്ക് വന്നിട്ടുള്ളത് വെബ്സൈറ്റിൽ എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടുള്ളത് 61 ആണ്. കട്ട് ഓഫ് 45 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ എന്താണ് നമുക്കറിയാം എങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എങ്ങനത്തെ രീതിയിൽ പഠിക്കണം എന്നുള്ളത് നമുക്ക് എന്താണ് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെയധികം ഇങ്ങനെ ഹാർഡായിട്ടിരുന്ന് നോക്കുന്നതിനേക്കാൾ ഉപരി നമ്മളൊരു കൺസെപ്ച്വൽ നോളജാണ് പലതിലും ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന എക്സാംസ് എഴുതിയതിൽ നിന്ന് എനിക്ക് കുറേ അധികം മനസ്സിലായ കാര്യമാണ്. നമ്മൾ വെറുതെ പണ്ടത്തെ ഒരു PSC പാറ്റേൺ പോലെ മിയർലി ഫാക്ട്സ് മാത്രമല്ല, അതിനപ്പുറം നമ്മൾ ഒരു എന്താണ് പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം അവബോധം ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ ഫ്രെയിം ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, അപ്പം നമുക്ക് ഭാവിയിലേക്കാണെങ്കിലും നമുക്കൊരു നോളജ് കിട്ടുകയാണ്. ഓ, ഇന്നതാണ് കാര്യങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് അത്രയും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും 10th ലെവലിൽ ഈ എക്സാംസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതിനെക്കുറിച്ചുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് വളരെയധികം മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം LGS LDC VFA സംബന്ധിച്ചിട്ടുള്ള കാര്യം നാളെ പറയാം കേട്ടോ. അപ്പം ഇന്നലെ എക്സാമിന്റെ തിരക്കും അതും ഒക്കെ ലേറ്റ് ആയി എത്തിയപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അറിയില്ല, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലത് നടക്കട്ടെ. കട്ട് ഓഫ് എത്രയാവണമെന്നൊന്നും ഞാൻ പറയില്ല, എന്തായാലും നല്ലത് നടക്കട്ടെ. എന്നെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കും അവിടെ എന്ത് കാണും, ഫലം കാണും. കാരണം ഇതിനു വേണ്ടി അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി അത്രയ്ക്ക് ഈവൻ പനി ആയതിനു ശേഷം പനി വന്നിട്ട് ഞാൻ അത്രയും ടയേർഡായിരുന്നു, വീക്കായിരുന്നു. എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതിന്റെ പഠിത്തം കുറേയധികം പേപ്പർ 1 കുറെ പഠിക്കാനുണ്ട്, പേപ്പർ 2 കുറെ പഠിക്കാനുണ്ട്. ഇതിന്റെ എന്തോരം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ക്ലാസ് അതുപോലെ പഠിത്തം അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് കാണുമെന്ന് വിചാരിക്കാം, പ്രാർത്ഥിക്കാം, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഓക്കെ, അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം നാളെ പറയാം കേട്ടോ. അതുപോലെ ഡിഗ്രി പ്രിലിംസിന്റെ കാര്യത്തിനും എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, പ്രിലിംസ് ഒക്കെ എളുപ്പത്തിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള ടിപ്സും ഒക്കെ നമ്മൾ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇനി അങ്ങോട്ടുള്ള എക്സാം നമ്മൾ പിടിച്ചിരിക്കും. ഓക്കെ, നമുക്ക് കിട്ടണം. നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാമെന്നല്ല, അതിന്റെ അടുത്തത് നോക്കാമെന്നല്ല, അടുത്തതിൽ എനിക്ക് ഇത്ര മാർക്ക്, നമ്മൾ എപ്പോഴും സേഫ് സോണിലുള്ള മാർക്ക് നേടാൻ ശ്രമിക്കണം. ഓക്കെ, അതിന് നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ ഇട്ടും അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അധികം ആരും ചെയ്യുന്നവരുണ്ടാകാം, എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇന്നത് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പക്ക ചെയ്യുന്ന രീതിയിൽ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.